രാമായണ മാസം ആരംഭിക്കുകയാണ്. രാമായണ പാരായണം ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ എനിക്ക് തോന്നിയ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, രാമായണ പാരായണ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലയിടത്തും പാരായണം ഒരു യാന്ത്രികമായ ചടങ്ങായി മാറിപ്പോന്നു. അവിടെ കഥാപ്രവചനമോ രാമായണ സന്ദേശം പറഞ്ഞു കൊടുക്കലോ ഒന്നും ഉണ്ടാകുന്നേയില്ല. എല്ലാറ്റിലുമുപരി ഇത്തരം പരിപാടികളിൽ കുട്ടികളെ കാണുന്നത് തന്നെ വളരെ വിരളമാണ്. യുവാക്കളുടെ കാര്യവും ഏകദേശം അങ്ങനെ തന്നെ. രാമൻ്റെ ജീവചരിത്രവും അവതാര ലക്ഷ്യവും സമൂഹത്തിൽ എത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് പാരായണം പോലെ തന്നെ എന്തുകൊണ്ട് കഥാപ്രവചനവും ഈ സമയങ്ങളിൽ ആയിക്കൂടാ എന്ന തോന്നലിൻ്റെ ഭാഗമായി വരുന്ന ദിവസങ്ങളിൽ വാത്മീകി രാമായണം കഥ പറയുക എന്നൊരു ശ്രമം ഞാൻ നടത്തുകയാണ്. പൂർണ്ണമാക്കാൻ പറ്റും എന്ന ദൃഢനിശ്ചയത്തോടെ ആരംഭിക്കുകയാണ്. രാമായണം കേൾക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ നമ്മുടെ ഭാഷയും ശുദ്ധമാകും, നമ്മുടെ ചിന്ത ശുദ്ധമാകും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കിനും ഒരുപാട് അർത്ഥമുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാത്ത മലയാളം വാക്കുകൾ ഉണ്ടാകാം. അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. മലയാളം എന്ന നമ്മുടെ സ്വന്തം ഭാഷയിലും നമ്മൾ അറിവുള്ളവരാകട്ടെ. മലയാളം മാതൃഭാഷയാണ്, അമ്മയുടെ ഭാഷ. അമ്മ അമ്മിഞ്ഞപ്പാലിനൊപ്പം നമുക്ക് നൽകിയ അമൃത്. ഭാഷയെ അറിയുന്നവനെ സംസ്കാരവും അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് പഴമക്കാർ പറയുക. രാമായണം പാരായണം ചെയ്യുമ്പോൾ, രാമായണം കഥ പറയുമ്പോൾ ഹനുമാൻജിയും അടുത്ത് വന്നിരിക്കും എന്നൊരു സങ്കല്പമുണ്ട് നമ്മൾക്ക്. ശ്രീരാമചന്ദ്രൻ്റെയും സീതാമാതാവിൻ്റെയും ഹനുമാൻജിയുടെയും അനുഗ്രഹം പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ഉണ്ടാകും ഉറപ്പ്. ഗുരുക്കന്മാരെയും കുലദേവതയെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വാത്മീകി രാമായണത്തിലേക്ക് കടക്കാം. ഹരേ രാമ. നാരായണ നാരായണ. ദേവർഷിയായ നാരദ മഹർഷിയുടെ നാരായണ മന്ത്രം കേട്ട് വാത്മീകി മഹർഷിയും ശിഷ്യരും ഓടിയെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതിഥിയെ ദേവനായി കണ്ട് സ്വീകരിക്കണം എന്നാണ് നിയമം. അതിഥി സൽക്കാരമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും ചർച്ചയിലേക്ക് നീങ്ങി. എല്ലാവരും മഹാത്മാക്കൾ, പണ്ഡിതന്മാർ, അങ്ങനെയുള്ളവർ ഒന്നിച്ചാലുള്ള വിശേഷം പറയണ്ടല്ലോ. പലതും സംസാരത്തിൽ വന്നു. അതിനിടയിൽ വാത്മീകി മഹർഷി നാരദരോട് ചോദിച്ചു, മഹർഷേ, സർവഗുണങ്ങളും സിദ്ധികളും ഒത്തുചേർന്ന മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? ധൈര്യം, വീര്യം, ശമം, സത്യവ്രതം, വിജ്ഞാനം, കാരുണ്യം, സൗന്ദര്യം, പ്രൗഢി, ക്ഷമ, ശീലഗുണം, അജയ്യത തുടങ്ങിയവയാണത്രേ സദ്ഗുണങ്ങൾ. ഇതൊക്കെ ഒത്തുചേർന്ന മനുഷ്യർ ഉണ്ടോ മഹർഷേ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ പുരുഷോത്തമനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. എല്ലാം അറിയുന്നവനല്ലേ ദേവർഷി? വാത്മീകി മഹർഷിയുടെ ചോദ്യം കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് സന്തോഷം തോന്നി. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു പുരുഷൻ ഉണ്ടാവുക എന്നത് സാധാരണമല്ല, ഒരു പരിധിവരെ സാധ്യവുമല്ല. എന്നാൽ അങ്ങനെ ഒരാളുണ്ട്. മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമൻ. കോസല രാജവംശജനായ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ. സൗന്ദര്യത്തിൽ അയാൾ പൂർണ്ണചന്ദ്രനാണ്. ഗാംഭീര്യത്തിൽ അദ്ദേഹം സമുദ്രതുല്യനാണ്. ക്രോധത്തിൽ അഗ്നിയാണ്. ക്ഷമയിൽ ഭൂമിദേവിയാണ്. അദ്ദേഹത്തിന് സമാനനായി വേറൊരാൾ ഇല്ല തന്നെ. അങ്ങനെ നാരദ മഹർഷി വാത്മീകി മഹർഷിക്ക് ശ്രീരാമചരിതം മുഴുവനായും പറഞ്ഞു കൊടുത്തു. അങ്ങനെ മനസ്സിൽ ശ്രീരാമചരിതം നിറഞ്ഞു നിൽക്കുന്ന സമയം വാത്മീകി മഹർഷി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. തെളിഞ്ഞു നിൽക്കുന്ന പുഴ കണ്ടപ്പോൾ വാത്മീകിക്ക് സന്തോഷമായി. ഇന്നു രാത്രി ഇവിടെ കൂടാം എന്ന് അദ്ദേഹം ശിഷ്യനായ ഭരദ്വാജ മഹർഷിയോട് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. കുടിൽ കെട്ടാൻ തൂണിന് മരത്തിൻ്റെ വലിയ കൊമ്പുകൾ വേണം. കുടിൽ മേയാൻ പുല്ലോ ഇലകളോ വേണം. നമ്മുടെ ഗുരുവിൻ്റെ ആജ്ഞ കേട്ട ശിഷ്യർ കുടിൽ കെട്ടാനുള്ള വസ്തുക്കൾ ശേഖരിക്കാൻ പല വഴിക്ക് പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മരച്ചിലയിലിരിക്കുന്ന 2 ഇണപ്പക്ഷികളെ വാത്മീകി മഹർഷി കാണുന്നത്. ഇണക്കിളികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ടപ്പോൾ വാത്മീകി മഹർഷിയുടെ നാവിൽ നിന്നും വന്നതാണ് ഈ ശ്ലോകം. മാനിഷാദ പ്രതിഷ്ഠാം ത്വാം ആഗമ ശാശ്വതി സമ
യത് ക്രൗഞ്ചമിഥുനാദേക അവധി കാമമോഹിതം. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. വേദങ്ങൾ ഇതിനു മുമ്പ് ഉണ്ട് എങ്കിലും വേദത്തിലുള്ളത് മന്ത്രങ്ങളാണ്. രണ്ടും വ്യത്യസ്ത ഭാവത്തിലുള്ളതാണ് എന്നർത്ഥം. എങ്ങനെ ഈ വരികൾ എൻ്റെ മനസ്സിൽ വന്നു എന്ന ചിന്തയായി വാത്മീകി മഹർഷിക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ ശ്ലോകത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു, ശിഷ്യന്മാരുമായി ചർച്ചയും ചെയ്തു. അങ്ങനെ മഹർഷിയുടെ മനസ്സിൽ ശ്ലോകം നിറഞ്ഞു നിന്നു. എങ്ങനെയാണ് ഈ ശ്ലോകം ഉണ്ടായത് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന മഹർഷിക്ക് മനസ്സിലായി, ശോകത്തിൽ നിന്നാണ്, സങ്കടത്തിൽ നിന്നാണ് ഈ ശ്ലോകം ഉണ്ടായത്. ശ്രീരാമന്റെ കഥകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒപ്പം താൻ കണ്ട സങ്കടത്തിൽ നിന്നും ഉദ്ഭവിച്ച ശ്ലോകവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹർഷിക്ക് മുൻപിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങ് രചിച്ച ശ്ലോകം സർവലക്ഷണമൊത്തതാണ്. ഇതേ രീതിയിൽ അങ്ങ് രാമചരിതം കൂടി എഴുതിയാലും. നാരദ മഹർഷി ഉപദേശിച്ചതുപോലെ തന്നെ അങ്ങയാൽ എഴുതപ്പെടുന്ന കാവ്യത്തിൽ അർത്ഥശൂന്യമായ ഒരു വാക്കും ഉണ്ടാവുകയില്ല. ശ്ലോകങ്ങളായി അങ്ങ് രചിക്കുന്ന രാമായണം ഈ പ്രകൃതി ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ പ്രചരിക്കും. എന്നുമെന്നും അങ്ങ് ബ്രഹ്മലോകത്തിൽ ജീവിക്കുകയും ചെയ്യും. ഇത്രയും അരുളി ചെയ്ത് ബ്രഹ്മാവ് അവിടെ നിന്നും അപ്രത്യക്ഷമായി. വാത്മീകിയുടെ ആശ്രമത്തിലെ തപസ്വികളും മന്ദേവാസികളും ആ ശ്ലോകം വീണ്ടും വീണ്ടും ചൊല്ലി. ശ്ലോകരൂപത്തിൽ തന്നെ രാമായണം രചിക്കുവാൻ വാത്മീകി മനസ്സാ ഉറപ്പിക്കുകയും അങ്ങനെ രാമായണം രചിക്കുകയുമായിരുന്നു. ഇതാണ് രാമായണം എന്ന മഹാകാവ്യത്തിൻ്റെ രചനയ്ക്ക് കാരണമായത്. വാത്മീകി മഹർഷി വിസ്തൃതമായി മനോഹരമായ കാവ്യമായി രാമചരിതം എഴുതി. അതാണ് രാമായണം. അത് വാത്മീകി രാമായണം എന്ന പേരിൽ ഇന്നും വളരെ പ്രശസ്തമാണ്. ലോകത്ത് പല ഭാഷകളിൽ പലരുടെയും കാഴ്ചപ്പാടിൽ പലതരം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എല്ലാത്തിൻ്റെയും പ്രാമാണിക ഗ്രന്ഥം വാത്മീകി രാമായണമാണ്. രാമൻ്റെയും രാമയുടെയും അയനമാണ് രാമായണം. രാമ എന്നാൽ സീതാദേവി. വാത്മീകി മഹർഷി രാമായണം ലവകുശന്മാരെ പഠിപ്പിച്ചു. ലവകുശന്മാർ മനോഹരമായി ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിൽ 32 ദിവസം കൊണ്ട് പാടി അവതരിപ്പിച്ചു രാമായണം. സന്തോഷം കൊണ്ട് ശ്രീരാമൻ അവർക്ക് 1000കണക്കിന് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകി. ഞങ്ങൾ കാട്ടിൽ താമസിക്കുന്നവരാണ് എന്നും ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞ് അതൊക്കെ അവർ നിരസിച്ചു. അവരുടെ പെരുമാറ്റം കണ്ട് ശ്രീരാമൻ അവരെ തൊഴുതു നിന്നു. അപ്പോൾ അതാ വാത്മീകി മഹർഷി തൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നു. രാമ, ഇത് നിന്റെ മക്കൾ തന്നെയാണ് എന്നും സീതാദേവി പരിശുദ്ധവും പരിവ്രതയുമാണെന്നും അദ്ദേഹം രാജസദസ്സിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തു. സീതാദേവിയെ വീണ്ടും തിരിച്ചു വിളിക്കാൻ ശ്രീരാമൻ തയ്യാറാവുകയായിരുന്നു. ഹരേ രാമ.